ആം ഹോളും സ്ലീവ് എടുക്കുന്നതിന്റെ പാർട്ട് 2 ആണ്. ഇനി നമ്മൾ എങ്ങനെയാ സ്ലീവ് എടുക്കുന്നതെന്നാണ് പഠിക്കാൻ പോകുന്നത്. സ്ലീവ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രണ്ട് കൈക്കുഴി നമ്മൾ ടേപ്പ് വെച്ച് അളന്നെടുക്കണം. അതായത് ടേപ്പ് ഇങ്ങനെ പിടിച്ച് നമ്മളിങ്ങനെ അളന്നെടുക്കണം കേട്ടോ. ഇങ്ങനെ അളന്ന് അതായത് നമ്മുടെ നല്ല മെറ്റീരിയലിൽ നമ്മൾ അങ്ങനെ അളന്നെടുത്ത് കഴിയുമ്പോൾ ഒരു മെഷർമെന്റ് കിട്ടും. എനിക്ക് അങ്ങനെ അളന്നെടുത്ത് കഴിഞ്ഞപ്പോൾ 10 ആണ് കിട്ടിയത്. ഇവിടെ നിന്ന് വരെ എത്തുമ്പോൾ 10 കിട്ടി. അപ്പോൾ ഇനി ആ 10 വെച്ചിട്ട് വേണം നമ്മൾ സ്ലീവ് എടുക്കാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, നമ്മുടെ സ്ലീവ് നമ്മളിതാ ഇപ്പൊ രണ്ട് ഇതേപോലത്തെ സ്ലീവ് ഉണ്ടെന്ന് വിചാരിക്കുക. സ്ലീവ് ഇതാ 4 ആക്കി മടക്കിയ സ്ലീവ്. ഇതിപ്പോ ഒറ്റ ഷീറ്റ് ഉള്ളൂ, നമ്മൾ 2 ആക്കി മടക്കുന്നു. 2 ആക്കി മടക്കിയ സ്ലീവ് നമ്മളിതാ ഇങ്ങനെ എടുക്കുന്നു കേട്ടോ. 9 ഞാനിവിടെ നോട്ട് ചെയ്യുന്നുണ്ട്. ദാ 10 നമ്മുടെ കൈക്കുഴി, ഫ്രണ്ട് കൈക്കുഴി അളന്നപ്പോ കിട്ടിയത്. അതിനുശേഷം നമ്മളിവിടെ 10 കൂടി 1 ഇഞ്ച് കുറച്ച് 9 നമ്മളിവിടെ നോട്ട് ചെയ്തു. ഇനി നല്ല ചെറിയ കൈകളാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ 9 ഇഞ്ചിന് താഴെയുള്ള കൈകളെയാണ് നമ്മൾ ചെറിയ കൈകൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കൈകളാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 6 ഇഞ്ചിന്റെ കൈയാണ് എടുക്കുന്നതെന്ന് വിചാരിക്കാം. 6 ഇഞ്ചിന്റെ കൈ നമ്മളുടെ ഇറക്കം നമുക്ക് എടുക്കേണ്ടത്, അതായത് തയ്യൽ തുമ്പ് എടുക്കേണ്ടത് 7 ഇഞ്ചാണ്. ഓക്കെ, 7 ഇഞ്ച് ഇറക്കം എടുത്തു. ദെൻ ഇനി നമുക്ക് ഇവിടത്തെ പോയിന്റ്, നമ്മൾ കർവ് വരയ്ക്കാനുള്ള പോയിന്റ് നമുക്ക് മാർക്ക് ചെയ്യണമല്ലോ. 6ന്റെ പകുതി എത്രയാണോ അതെടുക്കാം. 6ന്റെ പകുതി 3 അല്ലേ, അപ്പൊ 3 ഇവിടെ വരച്ചിടാം. കർവ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നിന്നും 1 ഇഞ്ച് വിട്ടുകൊണ്ട് വേണം നമ്മൾ വരയ്ക്കാൻ വേണ്ടിയിട്ട്. 1 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ ഇവിടേക്ക് ഒരു കർവ് വരയ്ക്കാം. വേറെ മോഡൽ കർവ് വരയ്ക്കുന്നതുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ ക്രോസ് ചെയ്ത് വരച്ചതിന് ശേഷം ഇവിടെ മിഡ് അടയാളപ്പെടുത്തുക. അതിനുശേഷം ഇവിടത്തെ മിഡും അടയാളപ്പെടുത്തുക. അങ്ങനെ വരയ്ക്കുന്നതുണ്ട്. അത് വേറെ ടൈപ്പ്, ഇത് വേറെ ടൈപ്പ് കേട്ടോ. 1 ഇഞ്ച് വിട്ടതിന് ശേഷം അവിടെ നിന്ന് ഒരു കർവ് ഇങ്ങനെ വരച്ചെടുത്തിട്ട് നമ്മൾ ജോയിൻ ചെയ്യുന്നതാണ്. അപ്പോഴും നമ്മുടെ സ്ലീവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. ഹോളിന്റെ അവിടേക്ക് ഒരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ വരയ്ക്കേണ്ടത് സ്ലീവ് റൗണ്ട് ആണ്. എത്രയാണ് നമുക്ക് വേണ്ട സ്ലീവ് റൗണ്ട് എന്ന് നോക്കാം. അതായത് എനിക്കിപ്പോ ഒരു 10 സ്ലീവ് റൗണ്ട് വേണ്ടതെന്ന് വിചാരിക്കാം. അപ്പൊ എനിക്ക് എടുക്കേണ്ടത് അതിന്റെ പകുതി 5. 5 കൂടി 1 ഇഞ്ച് കൂട്ടി 6 ഞാൻ ഇവിടെ നോട്ട് ചെയ്യേണ്ടത്. 6 ഇവിടെ നോട്ട് ചെയ്യേണ്ടത് കേട്ടോ. 6 6.5 നോട്ട് ചെയ്യും. നമുക്ക് വയ്ക്കാനുള്ള സ്ലീവ് കിട്ടിയിട്ടുണ്ട്. ഈ സ്ലീവ് ഇതൊരു സ്ലീവ് ആണ് കേട്ടോ. ഇതുപോലെ 4 ആക്കി മടക്കിയതാണെങ്കിൽ 2 കിട്ടിയാണ്. ഇതുപോലെ 2 ആക്കിയിട്ടല്ലേ മടക്കിയിട്ടുള്ളൂ. ഇതാ സ്ലീവ് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ സ്ലീവ് പഫ് വേണമെന്നുണ്ടെങ്കിൽ വേറെ മോഡലാണ്, മുകളിലേക്ക് കയറ്റിയെടുക്കണം. ഇവിടെ ഒരു നോച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആം ഹോളിന്റെ അവിടെ നിന്ന് കണക്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇങ്ങനെയാണ് സ്ലീവ് കട്ടിങ് വരുന്നത്. ഇത് 9 ഇഞ്ചിന് താഴെയുള്ള കട്ടിംഗ് ആണ്. ഇത് കൂടാതെ 9 ഇഞ്ചിന് മുകളിലുള്ള ലോങ് സ്ലീവിന്റെ കട്ടിംഗ് ഉണ്ട്. അത് അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാം കേട്ടോ.